ഇത് ഒരു കെട്ടുകഥയല്ല. കേരളത്തിലെ പലർക്കും പരിചിതമായ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് രാത്രിയിലെ അവസാന ട്രിപ്പിന് പോകുന്ന ഒരു ബസ്. രാത്രി ഏകദേശം 11:45 ആയിട്ടുണ്ടാവും. ആ ബസ്സിൽ യാത്രയ്ക്കായി ഉണ്ടായിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രം. ഡ്രൈവർ, കണ്ടക്ടർ, പിന്നെ ഏതാണ്ട് 4 യാത്രക്കാരും. അവരിൽ ഒരാൾ IT ജീവനക്കാരനായ അജിത് എന്ന ചെറുപ്പക്കാരനായിരുന്നു. ബസ് മന്ദഗതിയിൽ മുന്നോട്ടു പോയി. ഒരു സ്റ്റോപ്പിൽ നിന്നും ഒരു സ്ത്രീ കയറി. മഞ്ഞ സാരി, മുടിയും വസ്ത്രവും അല്പം നനഞ്ഞതുപോലെ, മുഖം വ്യക്തമല്ല. അവൾ വന്നിരുന്നത് അജിത്തിന് നേരെ മുമ്പിലുള്ള സീറ്റിൽ. ആദ്യം ഒന്നും തന്നെ വിചിത്രമായി തോന്നിയില്ല. പക്ഷേ കുറച്ചു നേരങ്ങൾക്ക് ശേഷം അജിത് ശ്രദ്ധിച്ചു, ആ സ്ത്രീക്ക് ഒരു ചലനവുമില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോ അവളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നുമില്ല. അവന്റെ ശരീരം തണുത്തുപോയി. അവന്റെ കണ്ണുകൾ അവളിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തി. ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ എത്തിയെങ്കിലും ആ സീറ്റ് ശൂന്യമായിരുന്നു. ആരും ഇറങ്ങിയതും കണ്ടില്ല. അജിത് നേരെ കണ്ടക്ടറോട് ചോദിച്ചു, അവരെവിടെ പോയി? കണ്ടക്ടർ നിശബ്ദനായി. പിന്നെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇതേ റൂട്ടിൽ ഒരു അപകടമുണ്ടായിരുന്നു. ഒരു സ്ത്രീ, മഞ്ഞ സാരിയായിരുന്നു വസ്ത്രം. ഇതേ സമയത്ത് അവൾ മരിച്ചത്. അജിത്തിന് വല്ലാത്തൊരു ഭയം തോന്നി. പക്ഷേ അവൻ ആ സീറ്റിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവിടെ മഴവെള്ളം. ഇന്നും ആ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ പറയുന്നു, രാത്രിയിലെ അവസാനത്തെ ബസ്സിൽ ഒരിക്കലും ഒരു സീറ്റ് ശൂന്യമാവാറില്ല.